തുടക്കത്തിൽ തന്നെ ഒന്നിനു പിറകെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീശന്റെ മനസ്സിൽ പല സ്വപ്നങ്ങളും കാണും. അത് പൂർണ്ണമായി എനിക്കറിയില്ല, എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കും. പക്ഷെ തുടക്കത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. മൂഞ്ചിയ തീരുമാനമായില്ലേ സുഹൃത്തുക്കളെ? ആന്റണി എന്ന് പറയുന്ന കേരളത്തിന്റെ പഴയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ അതിന്റെ ആഹ്ലാദത്തോട് വന്ന് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് ആന്റണി പറയുന്നതല്ല, വി.ഡി. സതീശന്റെ വാക്കുകൾ കടമെടുക്കുകയാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അല്ലെങ്കിൽ വി.ഡി. സതീശൻ പറഞ്ഞിരിക്കാം, എൻ്റെ പൊന്ന് ആന്റണി ചേട്ടാ, ഞാനൊരു 5 ഗ്യാരണ്ടി ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ദയവായി ഇന്നും രക്ഷിക്കണം. നേരാക്കാൻ പറ്റൂല, എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആന്റണി ചേട്ടൻ വന്നിരുന്ന് പറയാണ്, ജനപ്രിയ പദ്ധതികൾ നിങ്ങളെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞിട്ടുണ്ടാവും, അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഇത് ഞാൻ പറഞ്ഞതാണെന്നും പറഞ്ഞ് എൻ്റെ നെഞ്ചത്തോട്ട് ആരും വരണ്ട. കൃത്യമായിട്ട് പറയണം, എൻ്റെ നെഞ്ചത്തോട്ട് ആരും വരണ്ട. ഇവർ പറഞ്ഞ ആ ഒരു ഗ്യാരണ്ടി ഇവർ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു മുതിർന്ന നേതാവാണ് പറയുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടി കേട്ടോളൂ. തുടക്കത്തിൽ തന്നെ ഒന്നിനു പിറകെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീശന്റെ മനസ്സിൽ പല സ്വപ്നങ്ങളും കാണും. അത് പൂർണ്ണമായി എനിക്കറിയില്ല, എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപിക്കും. പക്ഷെ തുടക്കത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. കുറച്ച് കൊടുക്കേണ്ടി വരും. കണ്ടില്ലേ, ഇദ്ദേഹം പണ്ട് ഒരിക്കൽ മുഖ്യമന്ത്രിയായ സമയത്ത് ഇദ്ദേഹം പറഞ്ഞത് ഗജനവില് പൂച്ച പറ്റി കിടക്കുക എന്നാ പറഞ്ഞേ. മനസ്സിലായില്ലേ? പണ്ടത്തെ ഒരു ഡയലോഗാ ആന്റണിയുടെ, പൂച്ച പറ്റി കിടക്കുകയാണ് ഗജനാവില്, ഒന്നുമില്ലാന്ന്, പൈസ ഒന്നുമില്ലാന്ന്. ഇപ്പോഴും പറയുന്നത് മുണ്ട് മുറുക്കി ഉടുക്കേണ്ടി വരും. എന്നാത്തിന്? എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ബാലഗോപാൽ എന്ന് പറയുന്ന നമ്മുടെ ധനമന്ത്രി പുറത്തേക്ക് ഇറങ്ങിപ്പോണ സമയത്ത് അദ്ദേഹം പറഞ്ഞത് 4000 കോടി രൂപ മിച്ചമുണ്ടെന്നാണ്. അല്ലാതെ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ 630 കോടി കടമുണ്ടാക്കി വെച്ച പോലല്ല. 4000 കോടി രൂപ മിച്ചമുണ്ടോ? ഇപ്പോഴും നമ്മൾ കേരളം അതിസമ്പന്നമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരതൊന്നും കാണുന്നില്ല, ഇവരതൊന്നും കേൾക്കുന്നില്ല. അത് ഇവർ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ മുഖ്യ പറയാൻ പറ്റില്ല. ഇപ്പൊ 2 ദിവസമായിട്ട് ചില നേതാക്കന്മാരുടെ വലിയ വലിയ രമ്യഹർമ്മങ്ങളൊക്കെ കാണിക്കുന്നുണ്ടേ അല്ലേ? നമ്മുടെ മാധ്യമങ്ങൾക്ക് അങ്ങനെ പ്രത്യേക ചില അജണ്ടകളൊക്കെ ഉണ്ട് കേട്ടോ. പിണറായി വിജയൻ വാടകയ്ക്ക് പോയിരിക്കുന്ന വീട് വലിയ വീടാണെന്നും, അതേസമയം വി.ഡി. സതീശിന്റെയും രമേശ് ചെന്നിത്തലയുടെ വീടൊക്കെ ചെറിയ കുടിയില് എന്ന രീതിയിലുള്ള മനോഭാവമൊക്കെ ഉണ്ട്. എന്തായാലും കേൾക്കണേ. കുറച്ച് കയ്പ് കുടിക്കേണ്ടി വരും. ആ ഘട്ടത്തിൽ കുടിച്ചോളി, നാട്ടുകാരെ കഴിച്ചിട്ടൊക്കെ കുടിച്ചോളി. കേരളത്തിന് യാഥാർത്ഥ്യമുണ്ട്. കാരണം ഇത് പാപ്പരായ സംസ്ഥാനമാണ്. 2001 ഞാൻ മുഖ്യമന്ത്രി ആയിരുന്ന അവസരത്തേക്കാൾ 10 ഇരട്ടി, അതിനേക്കാൾ 10 ഇരട്ടിയിൽ കൂടുതൽ സാമ്പത്തികമായി തരിപ്പണമായ ഒരു സംസ്ഥാനമാണ്. ആർക്കും അറിയില്ല കേരളത്തിൽ നിന്നത്തെ സാമ്പത്തിക സ്ഥിതി. അത്ര തരിപ്പണമായ സംസ്ഥാനത്തെ മനസ്സിലേ, അത്ര തരിപ്പണമായ സംസ്ഥാനത്തേക്കാണ് നമ്മുടെ വി.ഡി. സതീശൻ പാവം അധികാരത്തിൽ കയറുന്നത് എന്നർത്ഥം. ഇദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ കടമെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തൊക്കെയാണോ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത്തരം മോഹന വാഗ്ദാനങ്ങളൊന്നും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. സ്ത്രീകളെ, എൻ്റെ വീഡിയോ കാണുന്ന സ്ത്രീകളെ, നിങ്ങൾ ആഗ്രഹങ്ങളൊക്കെ 4 മടക്കിയിട്ട് പോക്കറ്റിലിട്ടുള്ളൂ. നടക്കില്ലെന്നേ. എന്തായാലും നിങ്ങളുടെ ആഗ്രഹം അധികാരത്തിൽ കയറി പിറ്റേ ദിവസം തന്നെ KSRTCയിൽ ഈ കേരളം മുഴുവൻ സഞ്ചരിക്കാമെന്ന് പറയുന്ന നിങ്ങളുടെ ഒരു വലിയ മോഹം ഉണ്ടല്ലോ. അതിനു വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങളൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം അല്ലേ? യാത്രാ ഗ്രൂപ്പ്, KSRTC യാത്രാ ഗ്രൂപ്പൊക്കെ ഒരുപക്ഷെ സ്ത്രീകൾ പാവങ്ങൾ തുടങ്ങിയിരിക്കാം. കാരണം വി.ഡി. സതീശനൊക്കെ അവരെ വാക്കുകളൊക്കെ പ്രതീക്ഷിച്ചു തുടങ്ങിയതായിരിക്കാം. പക്ഷേ ഇതൊന്നും നടക്കില്ല എന്ന് വി.ഡി. സതീശന്റെ നാക്കായിട്ട് ആന്റണി ചേട്ടൻ വന്നിരുന്ന് പറയുന്നുണ്ട്. തൊട്ടടുത്ത് വി.ഡി. സതീശനുണ്ട്, കമാന്നൊരു അക്ഷരം പിടിയിട്ടില്ല. ഈ പറയുന്നൊക്കെ ആന്റണി ചേട്ടൻ വെറുതെ പറയാണ്. 4000 കോടി ഇപ്പോൾ നമ്മുടെ കേരളത്തിന് സമ്പത്ത് അധികമായിട്ടുണ്ട്, അതുകൊണ്ട് KSRTC യാത്രക്ക് ഈസി ആയിട്ട് ഞാൻ നടപ്പിലാക്കും എന്ന് ഇതിന് തൊട്ടടുത്ത് നിൽക്കുന്ന വി.ഡി. സതീശൻ ചേട്ടന് വേണമെങ്കിൽ പറയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടില്ല കേട്ടോ. ഒന്ന് കരകയറ്റാൻ സതീശന് സാവകാശം നൽകണം, അതിന് സഹായിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. സതീശനും ഇനി സതീശനൊക്കെ കൂടി നമ്മൾ സഹായിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളാരും അദ്ദേഹം പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടി
പെട്ടെന്ന് തന്നെ വേണമെന്ന് പറയരുത്. മിക്കവാറും എന്നാണ് അധികാരത്തിൽ പോകുന്നത് അതിൻ്റെ ഒരു 5-10 ദിവസം മുമ്പ് വേണമെങ്കിൽ ഫ്രീ ആയിട്ടൊരു 2 ദിവസം യാത്ര ചെയ്തോളൂ. വേണമെങ്കിൽ അതിൻ്റെ ഒരു 5 ദിവസം മുമ്പ് എല്ലാവർക്കും വേണമെങ്കിൽ 1000 രൂപ തരാം എന്നുള്ള പദ്ധതി ആയിരിക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കുക എന്തൊക്കെയാണ് ഇദ്ദേഹം നമ്മുടെ നാട്ടിൽ കൊടുക്കാമെന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ കാണണം കേട്ടോ. ഇത് നമ്മുടെ ഇവരെ തന്നെ പേജാണ്, VD സതീശന്റെ തന്നെ പേജാണ്. അതിന് നമുക്കൊരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരാം. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരാം. അപ്പൊ അതിലെല്ലാ കുടുംബങ്ങളെയും അതിൽ അംഗമാണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഉണ്ടാകുന്ന ചികിത്സാ ചെലവിന്റെ 1/3 നമുക്ക് ചികിത്സാ ചെലവ് പറയാം. പിന്നെ ഒരു ഉഗ്രസാധനം തേച്ചോട് പറയാം. അതായത് മുതിർന്ന ആളുകൾക്ക് പ്രത്യേക വകുപ്പുണ്ടാക്കാൻ പോകണം. അവർക്ക് മുതിർന്ന ആളുകൾക്ക് പ്രത്യേക വകുപ്പുണ്ടാക്കാനാ പോണം. പ്രത്യേക വകുപ്പുണ്ടാക്കിയിട്ട് അവർക്ക് നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് അറിയാമോ? അവർക്ക് ചെയ്യാൻ പോണത് പകൽ വീടുകൾ ഉണ്ടാക്കി എല്ലാവരും ഈ പകൽ വീടുകളൊക്കെ ആൾറെഡി നിലവിലുണ്ട്. താങ്കളായിട്ട് എനിക്ക് തോന്നുന്നു VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായിട്ട് മുന്നോട്ട് കൊണ്ടുവരേണ്ടതില്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് ആന്റണി ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. സാവകാശം നൽകൂ, പെട്ടെന്നൊന്നും ഈ പരിപാടി നടക്കില്ല, ഇതൊക്കെ ഇലക്ഷന്റെ ഭാഗമായിട്ട് ഒരു ഗിമ്മിക്സ് കളിച്ചതാണ് എന്നുള്ള. നോക്കൂ, ഇദ്ദേഹം അതൊരു വീട്ടിൽ കയറുന്ന ഒരു മുതിർന്ന സ്ത്രീയോടും അവരെ മകളോടൊക്കെ വൃത്തിയായിട്ട് പറയാണ് ഇതൊക്കെ ഞങ്ങൾ ചെയ്തിരിക്കുമെന്ന് കൃത്യമായിട്ട് പറയാം. കേൾക്കണം ഫുള്ളായി. ഒന്ന്. രണ്ടാമത്തത്, എല്ലാ ആശുപത്രിയിലും, താലൂക്ക് ആശുപത്രിയില്, മെഡിക്കൽ കോളേജില്, ജില്ലാ ആശുപത്രിയിലെല്ലാം ഈ വാർദ്ധക്യ സഹജമായ അസുഖത്തിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അവിടെ പോയ പ്രത്യേക ചികിത്സയാണ്. പിന്നെ ഇനി പ്രായമായ ആളുകൾ VIP അവർക്ക് പ്രത്യേക പരിഗണന. എവിടെ ചെന്നാലും അവർക്ക് പ്രത്യേകമായ ഒരു സംവിധാനം ഉണ്ടാവും. ഈ 5 കാര്യമാണ് ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഈ മറ്റേ KSRTC ഫ്രീ ആന്ന് പറഞ്ഞപ്പോൾ അപ്പൊ വേണമെങ്കിൽ തീർത്ഥാടനത്തിന് പോവാം. വേളാങ്കണ്ണിയിൽ വേണമെങ്കിൽ പോവാം, ഗുരുവായൂർ വേണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ മൂകാംബയിൽ പോവാം. പിന്നെ വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ദേവാലയത്തിലോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പോവാം, ഒരു കുഴപ്പമില്ല. VD സതീശൻ പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ പോവാം. പക്ഷേ സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് കൊടുത്ത് യാത്ര ചെയ്യുന്നിട്ട് വരും. ഇപ്പോഴും നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇപ്പോഴും ബോധ്യമായിട്ടില്ല. വേണമെങ്കിൽ ഒന്നുകൂടി നിങ്ങളെ ഞാൻ കേൾപ്പിക്കും. തുടക്കത്തിൽ തന്നെ ഒന്നിനു പറയും ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീശീലിന്റെ മനസ്സിൽ പല സ്വപ്നങ്ങളും കാണും. അത് പൂർണ്ണമായി എനിക്കറിയില്ല, ഞങ്ങൾക്ക് പ്രഖ്യാപിക്കും. പക്ഷെ തുടക്കത്തിൽ ഒന്നിനു പറയും ഒന്നായി ജനപ്രിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കരുത്. കണ്ടില്ലേ? അപ്പോൾ ആ പാവം സ്ത്രീയുടെ മുമ്പില്, ആ പാവം ജനങ്ങളുടെ മുമ്പില് ഇതൊക്കെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു വരിക, പിന്നീട് ഇതൊന്നും നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ആ മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു മടിയും കൂടാതെ എൻ്റെ പൊന്നു നാട്ടുകാരെ, നിങ്ങൾ ആരും ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പദ്ധതിയും ഈ അടുത്ത കാലത്തൊന്നും പ്രതീക്ഷിക്കേണ്ട. അപ്പൊ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള പദ്ധതികൾ? ഇത്ര കാലമായിട്ട് കിട്ടിവന്നിരുന്ന 2000 രൂപ പെൻഷൻ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള പദ്ധതിയാണ്. ഇപ്പോൾ ഇവർ പറയുന്ന KSRTCയിലെ യാത്ര ഇഷ്ടമുള്ള പദ്ധതിയാണ്. 1000 രൂപ എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടുന്നത് ഇഷ്ടമുള്ള പദ്ധതിയാണ്. 25 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ജനങ്ങൾക്ക് ഇഷ്ടമുള്ള പദ്ധതിയാണ്. യുവാക്കൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള പദ്ധതികളാണ്. ഇങ്ങനെ ഇഷ്ടമുള്ള പദ്ധതികളൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് VD സതീശന്റെ നാവായിട്ടാണോ ഇദ്ദേഹം പറഞ്ഞതെന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ കാരണം തൊട്ടടുത്ത് VD സതീശൻ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. ഇനി ഗുഡ് ഗവേണൻസ് കേൾക്കണം കേട്ടോ. We promise good governance, no doubt, no compromise. Both are my leaders and my seniors. ആയിക്കോട്ടെ, ഇദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഞാൻ ഗുഡ് ഗവേണൻസ് കൊടുക്കുമെന്നാണ്, നല്ല ഭരണം കാഴ്ചവെക്കുമെന്നാണ്. ഈ നല്ല ഭരണം കാഴ്ചവെക്കണമെങ്കിൽ താങ്കൾ മുന്നോട്ട് വെച്ച അത്രയും പദ്ധതികൾ നടപ്പിലാക്കണ്ടേ? താങ്കൾ മുതിർന്ന നേതാവിനെ പറയുന്നു ഈ ജനങ്ങളോട് തുടക്കത്തിൽ തന്നെ നിങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? വ്യക്തമായിട്ട്, വളരെ വ്യക്തമായിട്ട്. ബൈ.